ഹായ് ഹലോ ആലപ്പുഴ ബീച്ചിൽ വെറുതെ ആയിട്ടൊന്ന് പോയപ്പോൾ കണ്ടതാണ് നമ്മുടെ അവതാർ വണ്ടർവേൾഡിൻ്റെ ഒരു റീക്രിയേഷൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. അപ്പോൾ ഞങ്ങൾ പുറമേ കണ്ടപ്പോഴൊക്കെ നല്ലൊരു അട്രാക്ഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ആദ്യം തന്നെ സ്വിറ്റ്സർലാൻഡ് മോഡലിലായിട്ട് ഒരുപാട് നല്ല പൂക്കളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കാണാനായിട്ടൊക്കെ, നല്ല തട്ടായിട്ട് പൂക്കളിരിക്കുന്നത് എല്ലാം. അതിൽ തുടരുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ തിങ്ക് അത് പ്ലാസ്റ്റിക് ആണ്. തുടരുതെന്ന് എഴുതിയോണ്ട് പ്ലാസ്റ്റിക് അല്ല എന്ന് തോന്നി, പക്ഷെ എനിക്ക് കണ്ടപ്പോൾ പ്ലാസ്റ്റിക് ആയിട്ട് തോന്നി. പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ ഫുൾ അങ്ങോട്ട് ഇനി മൂവിയുടെ റീക്രിയേഷനും ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. എല്ലാം അതേ ആ ഒരു ഫിലിം കണ്ട ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഈ ഒരു എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഭംഗി വരത്തില്ലെങ്കിലും ഇതിനകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല ഈ ഒരു സൈഡിൽ നിന്ന് അകത്തോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലും അക്വേറിയംസിൽ ഒരുപാട് പലതരത്തിലുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ തന്നെയാണ്, എന്തൊക്കെയോ സ്പേസിലോ എവിടേക്കോ എത്തിയൊരു ഫീലാണ് അങ്ങോട്ട് പോകുമ്പോൾ. ഈ ഒരു പോർഷൻ എത്തിയപ്പോൾ ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ ഏതോ പറഞ്ഞ പോലെ സ്ഥലത്ത് നിൽക്കുന്ന നല്ലൊരു ഫീലാണ് ആ ഫിലിമിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഇങ്ങോട്ട് വരുംതോറും ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കൂടി വന്നുകൊണ്ടായിരിക്കും എനിക്ക് അവിടെ എത്തിയപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ താജ്മഹൽ, പിന്നെ നമ്മുടെ ലോകാത്ഭുതങ്ങൾ പലതും ഇങ്ങനെ മിനിയേച്ചറാക്കി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അണ്ടർ വാട്ടറിലായിട്ടൊക്കെ. അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. പിന്നെ വന്നിട്ട് ഇത് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞങ്ങൾ പകലാണ് വന്നത്. നൈറ്റിൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഭയങ്കര രസമാണെന്നാണ് പറയാം. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടു. നല്ല ഭംഗിയാണ് ഫ്രണ്ട് വ്യൂ കാണാനൊക്കെ ആയിട്ട് കേട്ടോ. ഒരുപാട് നല്ല ഇതൊക്കെ ഉണ്ട്. നൈറ്റ് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ കേട്ടോ. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ സിലിണ്ടറിക്കൽ അക്വേറിയം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് 20,000-ൽ കൂടുതൽ മീനുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിനകത്ത്. അതുപോലെ തന്നെ കളർഫുള്ളായിട്ടുള്ളതും, അതുപോലെ തന്നെ ഓരോ ടണൽ അക്വേറിയത്തിനകത്തും ഓരോന്നായിട്ട് ഇങ്ങനെ ഒറ്റ കളറായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇവിടെ ഈ ഒരു ഇതിനകത്ത് തന്നെ നമ്മുടെ സ്റ്റാറ്റ്യൂ ഓഫ് ലിബർട്ടി, അതുപോലെ തന്നെ ആദം ഔവ അങ്ങനെയൊക്കെ കുറേ സ്റ്റിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തായിട്ട് ഒരുപാട് സ്റ്റിൽസ് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഈഫിൽ ടവറും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളത്. അവതാറിൻ്റെ തന്നെ ഒരുപാട് സ്റ്റാറ്റ്യൂവും കാര്യങ്ങളൊക്കെ വേളയിലുണ്ട്. പിന്നെ ക്രിസ്മസിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് സ്റ്റാറുകളും അതുപോലെ തന്നെ നല്ലൊരു കളർ ലൈറ്റിങ് നല്ല ഭംഗിയുണ്ടായിരുന്നു. മൊത്തം ഭയങ്കര നീലമായിരുന്നു, വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല, അതുപോലെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഒരു സ്പേസിൽ വന്ന പോലുള്ള ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏലിയൻ്റെ ഡെമ്മിയും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്.
ഇത് ഫുൾ നമ്മൾ ആ ഫിലിമിൽ കാണുന്ന പോലെ തന്നെയാണ്. നമ്മൾ വേറെ അതിൽ ആ ഫിലിം കണ്ടവർക്ക് അത് മനസ്സിലാവും. അതിൽ നിന്ന അതേപോലെ തന്നെ ഒരു ഫീൽ നമുക്ക് വരും. എല്ലാം കണ്ട് ഞങ്ങൾ വിചാരിച്ചത് കേട്ടോ ഇല്ലൂട്ടി ഇതൊക്കെ ഇതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ ചിലപ്പോൾ അത് പേടിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അവളാണ് ഞങ്ങളെ മണ്ടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത്. പിന്നെ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഷോപ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ എന്താ പറയുക, ഒരു 100 റുപ്പീസാണ് ടിക്കറ്റിൻ്റെ ചാർജ്. മറ്റുള്ള ഫെസ്റ്റിനേക്കാളും അല്ലെങ്കിൽ ഷോയെക്കാളിലും ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. ബട്ട് അത് ഒരുപാട് ദൂരെ നിന്ന് വന്ന് കാണുന്നവർക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. നമ്മളിപ്പോൾ ആലപ്പുഴ ബീച്ച് ജസ്റ്റ് പോയതുകൊണ്ട് കണ്ടപ്പോൾ കയറണം, നമുക്കത് വലിയ നഷ്ടമൊന്നും ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരുപാട് ദൂരമുള്ളവരൊക്കെ വന്ന് ഇതിനായിട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നഷ്ടമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.